ഹായ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാണിങ് സ്റ്റിച്ചാണ്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഓൾറെഡി പഠിച്ചല്ലോ. അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് ഡാണിങ്. ഇത് കണ്ടോ, ഒരു ലീഫ് അതിനകം ഫുള്ള് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരില്ല. ഇത് അടുത്തടുത്തല്ല ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പം ഞാൻ ഓരോ ലീഫ് വെച്ച് ചെയ്യുകയാണ്. അതുപോലെ പൂർണ്ണമായിട്ട് ഇത് റണ്ണിങ് സ്റ്റിച്ച് പോലെയല്ല, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രീതിയാണ്, എന്നാൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയ ഒരു സ്റ്റിച്ചാണിത്. ഇതിൻ്റെ ഓരോ ലീഫും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അരികെ ഞാൻ ബാക്ക് സ്റ്റിച്ച് ഇടുകയാണ്. ബാക്ക് സ്റ്റിച്ച് ഇട്ട് ഇതിൻ്റെ അരികുവശം വൃത്തിയാക്കിയെടുത്ത് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിലും ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി ഈ ഒരു ലീഫും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണാവുന്നതാണ്. എങ്ങനെയുണ്ട്? നമുക്കിത് ചെയ്ത് തുടങ്ങാം. ആദ്യം താഴേന്ന് നൂല് പൊക്കിയെടുത്തു. തുല്യ അളവിൽ നിശ്ചിത അകലത്തിൽ, അതായത് തുല്യ അകലത്തിലും ആയിരിക്കണം നൂലിതുപോലെ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ നൂല് കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക, ഒന്നടവിട്ടായിട്ട്. ഇത് തമ്മിലുള്ള അകലം കൃത്യമായിരിക്കണം. നൂലുകളുടെ വലിപ്പവും ഈക്വൽ ആയിരിക്കണം. ആദ്യം വരെ നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് വെക്കും. ഇത് ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയാകുന്നത്. ഞാനിതിൽ കുറച്ച് വലിയ കാണിയായിട്ട് ആണ് കാണിച്ചേക്കുന്നത്. അടുത്തത് ചെയ്യുമ്പോൾ കണ്ടോണം, ആദ്യം ചെയ്ത വരി കണ്ടോ, അതിന് ഓപ്പോസിറ്റ് വരുന്ന നൂലിൻ്റെ അവിടെ ഗ്യാപ്പ് ആയിരിക്കണം വരേണ്ടത്. അതുപോലെ ഗ്യാപ്പ് വരുന്നിടത്ത് നൂലായിരിക്കണം വരേണ്ടത്. ഇത് കണ്ടോ, ഓപ്പോസിറ്റ് വരുന്ന നൂലിൻ്റെ ഭാഗത്ത് എപ്പോഴും ഗ്യാപ്പ് ആയിരിക്കണം. ആദ്യം ചെയ്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നൂല് കണ്ടോ, ആ ഭാഗങ്ങളിൽ എപ്പോഴും ഗ്യാപ്പ് ആയിരിക്കണം. അവിടെയാണ് നമ്മൾ കുത്തി പൊക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വീഴും. കണ്ടോ, അതിന് ഓപ്പോസിറ്റ് വരുന്ന എപ്പോഴും ഗ്യാപ്പ് ആയിരിക്കണം. ഇവിടെ കുത്തിപ്പൊക്കുക, അതുപോലെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഗ്യാപ്പ് ആയിരിക്കണമല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുക. വീണ്ടും ഇവിടെ കുത്തുക. എപ്പോഴും തൊട്ട് ലാസ്റ്റ് ചെയ്തത് എവിടെയാണോ അതിനെ നോക്കി വേണം കുത്താൻ. ലാസ്റ്റ് ചെയ്തതിൻ്റെ നൂലിവിടെയാണ് നിൽക്കുന്നത്, അവിടെ കുത്തി പൊക്കുക. ഇവിടെ കുത്തുമ്പോൾ ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. പിന്നെ കുത്തേണ്ട അടുത്ത നൂല് നോക്കണം അതെവിടെയാണ് നിൽക്കുന്നതെന്ന്. തൊട്ടടുത്ത നൂലിനെ നോക്കി വേണം ആ ഗ്യാപ്പ് കുത്തിയെടുക്കാൻ. ഇനി ഇവിടെ കുത്തി ഇത്രയും പൊക്കണം, അപ്പോഴാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആ ഗ്യാപ്പ് വീഴുന്നത്. ഇനി അടുത്ത ഗ്യാപ്പ് ഉള്ളിടത്താണ് നൂല് കയറേണ്ടത്. ഗ്യാപ്പ് ഇല്ലാത്തടത്ത് ഓപ്പോസിറ്റ് നൂല് നോക്കി വേണം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. ഇനി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകൾ നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചൊരു പിക്ചറാണ്. ഇത് നോക്കിയാൽ അറിയാം. ആദ്യം ഞാനൊരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് വരുന്ന വരകളെല്ലാം തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അടുത്ത് എവിടെ കുത്തണമെന്ന് തീരുമാനിക്കുന്നത് ആദ്യം ചെയ്ത റണ്ണിങ് സ്റ്റിച്ച് കണ്ടോ, അതിൻ്റെ താഴെ നിന്നാണ് അടുത്ത് എവിടെ കുത്തണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ഈ വര കണ്ടോ, അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ഗ്യാപ്പായിരിക്കും. ഇതുപോലെ ആദ്യം ചെയ്ത നൂലിൻ്റെ ഭാഗം വരുന്നതിനെല്ലാം രണ്ടാമത് ചെയ്യുമ്പോൾ ഗ്യാപ്പായിരിക്കും വരേണ്ടത്. ഇവിടെ കണ്ടോ, രണ്ട് പാരലായിപ്പോയി. ഇവിടെ കണ്ടോ, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഒരു ഗ്യാപ്പായിരിക്കണം. കണ്ടോ, ഇതാണ് ശരിയായ മെത്തേഡ്. ആദ്യം ചെയ്ത ലൈൻ ഏതാണോ അതിന് ഓപ്പോസിറ്റ് വരുന്നത് ഗ്യാപ്പായിരിക്കണം. അതുപോലെ പാരലായിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ നൂലുകളുടെ നീളം കണ്ടോ, അതിലിവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് കണ്ടോ, അത് കഴിഞ്ഞുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും ഇപ്പുറം ഒരു വലിയ ഗ്യാപ്പുമാണ് വരുന്നത്. ഇങ്ങനെയും വരാൻ പാടില്ല. ഇങ്ങനെ വന്നാലും ഇത് തെറ്റായി തീരും. നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ചെറുതാക്കി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.